അടുത്തതായിട്ട് ഇടുക്കി ജില്ലയിൽ നിന്നൊരു മിടുക്കനുണ്ട്, അർജുൻ കൃഷ്ണ. എവിടെ? ഓടി വരും, വരൂ. സോ അർജുൻ കൃഷ്ണ ഇടുക്കിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ അനന്ത് സാർ എന്തൊക്കെയോ പറയാനുണ്ട്. അനന്ത് സാർ എല്ലാ പ്രാവശ്യവും അല്ലേ ഇടുക്കിന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ഇച്ചിരി ആകാംക്ഷ കൂടുതലാണ്. ഞാനൊരു ഇടുക്കിക്കാരനായതുകൊണ്ടായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. ഇടുക്കിയിലെ എല്ലാ പിള്ളേരെ ഞാൻ അപ്പ വിളിച്ചൊന്ന് ചോദിക്കും, എന്തായി, കിട്ടിയോ, മെസ്സേജ് അയക്കും. അതേപോലെ അർജുന്റെ അമ്മ പറയാൻ എല്ലാ കാര്യത്തിലും അവനെ സപ്പോർട്ടാണ്. അതേപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞില്ല, ഇന്ന സമയത്തായിരുന്നു ഇത് കൊടുക്കണ്ടേ. അതേപോലെ ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുത്തരാൻ പറയുവാണെങ്കിൽ തന്നെ അർജുൻ അമ്മ ഫസ്റ്റ് എടുത്തരും. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് പേരൻസിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് അർജുന്റെ അമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അർജുൻ ആയാലും എന്തൊരു കാര്യം ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കും. നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പോ എല്ലാ ഇടുക്കിക്കാരും സാധാരണ എല്ലാവരും ഞാൻ വിളിക്കുമ്പോൾ വരണം, നിർബന്ധമായിട്ടും വരണം, ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അർജുന്റെ അമ്മനെ വിളിച്ചിട്ട് ഞാൻ ഇത്രയും വന്നപ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അവിടെ സമയം ആകുമ്പോൾ 10 മണിക്ക് ആൾ കാണണം, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് വെറുതെ ഇടുക്കിയിലേക്ക് വരുത്തിക്കുന്നു. ആളിവിടെ വന്നു, വളരെയധികം സന്തോഷം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ദൈവത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അനന്ത് സാർ ആദ്യം ബിഗ് സല്യൂട്ട്. ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത് CC പ്ലസിൽ ചേർന്നുകൊണ്ട് മാത്രമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനന്ത് സാറ്, മറ്റു മിസ്സുമാരും എല്ലാവരും. എന്ത് സംശയം ചോദിച്ചാലും അപ്പം തന്നെ, അത് ഏത് സമയത്തായാലും അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഫസ്റ്റ് ആളെ ഒരു ഡൗട്ടിലായിരുന്നു, മെന്റലിറ്റിയുടെ കാര്യത്തിൽ ആകെ ഒരു സംശയത്തിലായിരുന്നു. പക്ഷെ ആ കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ തന്നെ ആകെ എക്സാമിന് എനിക്ക് തോന്നുന്നു ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും അവന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു. അത് അനന്ത് സാറിന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. അതുപോലെ സാറ് എഫക്റ്റ് എടുത്തിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയം ചോദിച്ചാലും സാർ അപ്പം തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ അവനെ മനസ്സിലാകുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ചോദിച്ചാലും സാറിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞാൻ സാറിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തവണ വിളിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫലം ഈശ്വരൻ തന്നു. പിന്നെ അർജുനും കുഴപ്പമില്ല, എല്ലാ കാര്യത്തിലും നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവന് അങ്ങനെ പഠിക്കുന്നു പറഞ്ഞാൽ പുറകെ നടക്കേണ്ട എനിക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല. അവൻ മനസ്സിലാകാത്ത കാര്യങ്ങളാണെങ്കിൽ അപ്പൊ തന്നെ എന്നോട് പറയാറുണ്ട്. അപ്പൊ സാറിനെ വിളിക്കും, സാറത് ക്ലിയർ ചെയ്തു തരും. അപ്പൊ തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. പിന്നെ ഫസ്റ്റ് ടൈം തന്നെ അവന്റെ പോലെ തന്നെ ഓൺലൈൻ ക്ലാസ് തന്നെ ഞാൻ ഇരിക്കുമായിരുന്നു. നോട്ടൊക്കെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പിന്നെ അവൻ തന്നെയായിരുന്നു എല്ലാം ചെയ്യുന്നത്. അതിന് എല്ലാം ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കുളമാവല്ലേ നിങ്ങളുടെ നവോദയം? പോയിരുന്നു, നവോദയ സ്കൂളിൽ പോയി. എന്താ സ്കൂള് കണ്ടപ്പോ എന്താ തോന്നി? ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കൊച്ചിനെ നവോദയയിൽ വിടുക എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന്റെ അപ്പച്ചിയുടെ മോൾ അവിടെയായിരുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹപ്രകാരമാണ് എന്നോട് ഇങ്ങനൊരു പറഞ്ഞത്, നമുക്ക് മോനെ നവോദയയിൽ വിടാം എന്ന്. അങ്ങനെയാണ് നവോദയയെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഈ നവോദയ സ്കൂൾ എന്ന് പറയുമ്പോൾ അതിനെ സ്കൂളിനെ കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല? എങ്ങനെയായിരിക്കും ആ സ്കൂള് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് മോനെ കൊണ്ട് പോയപ്പോഴാണ് നവോദയ സ്കൂള് കാണുന്നത്. ശരിക്കൊരു എന്താ പറയുന്നത്, ഒരു അത്ഭുത ലോകത്തേക്ക് ഇതുപോലെ ആയിരുന്നു. ഒരു അനുഭവമായിരുന്നു. നന്നായിട്ട് പഠിക്കുമല്ലോ, ഉറപ്പല്ലേ? ഡോക്ടറായിട്ട് എവിടെ, ഇടുക്കി തന്നെയാണോ അതോ പുറത്തേക്ക് പോവാ? മിലിറ്ററി ഡോക്ടറാണ്. മിലിറ്ററി ഡോക്ടറാണ്, വെരി ഗുഡ്. വീടിന്റെ അടുത്തൊരു ചേട്ടായുണ്ട്. ആ ചേട്ടായി മിലിറ്ററി ഡോക്ടറാ. ആ ചേട്ടായി നവോദയത്തിന് പഠിച്ചായിരുന്നു. ഡേറ്റാബേസ് വെച്ചിട്ടുണ്ട്.